ായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും ബഹുമാന്യ കത്തുദാസന്മാർക്കും ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ ടി മാത്യു ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം ദയവായി വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം. മതി. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു കാത്തിരിപ്പ് യോഗ ശൈലിയിൽ ഞാൻ പ്രസംഗിക്കാനാണോ എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വാക്യത്തിൽ നിന്നുണ്ടാകാം. കാരണം നമ്മൾ സാധാരണ അങ്ങനെ ശുശ്രൂഷയ്ക്കായി എടുക്കുന്ന ഒരു വാക്യമാണല്ലോ പരിശുദ്ധാത്മ സ്നാനവും അഭിഷേകവും ഇതൊക്കെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്ന, അതിനുവേണ്ടി ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് പ്രസ്താവിക്കുന്ന ദൈവദാസന്മാർ പ്രഘോഷണത്തിൽ പറയുന്ന ഒരു വാക്യമാണ്. അതിൻ്റെ ശേഷം എന്നുള്ളത് പറയത്തില്ലെങ്കിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന വാക്യം നമ്മൾ പ്രാർത്ഥനയിലും പ്രസംഗ ശുശ്രൂഷകളിലുമൊക്കെ കേട്ടിട്ടുള്ളവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ചിന്തകൾ ഇന്ന് രാത്രി യോവേൽ പ്രവചനം അടിസ്ഥാനമാക്കി നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ശുശ്രൂഷിച്ച് ഞാൻ യാത്രയാകുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ. ഏതിൻ്റെ ശേഷമാണ്? അതിൻ്റെ ശേഷമെന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ശേഷമാണ്? പ്രവാചകൻ യഹൂദ ജനത്തോട് 2 ഗോത്രം ഉൾപ്പെട്ട് നിൽക്കുന്ന തെക്കേ ദേശത്തോട് പ്രവചിക്കുന്ന പ്രവചനമാണ് യോവേൽ പ്രവചനം. 2-ാം അധ്യായത്തിൻ്റെ മുകളിലുള്ള ഭാഗം അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം എന്നതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വാസ്തവത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണെങ്കിലും അതെല്ലാം ഞാൻ വായിക്കുന്നില്ല. സിയോൻ മക്കളോട്, യഹൂദ ഗോത്രത്തോട്, 2 ഗോത്രം ഉൾപ്പെട്ട തെക്കേ ദേശത്തോട് പ്രവാചകൻ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 23 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിക്കണം. അവൻ തക്കയളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായ വെട്ടിക്കിളി. ദൈവം യഹൂദ ജനത്തിന്റെ നടുവിൽ ഒരു വലിയ സൈന്യത്തെ അയച്ചു. സൈന്യങ്ങളല്ല, സൈന്യം. പക്ഷേ ആ സൈന്യം എന്ന് പറഞ്ഞിട്ട് 4 നിലയിലാണ് അതിൻ്റെ പ്രയോഗങ്ങൾ. വെട്ടിക്കിളി, വിട്ടില്, തുള്ളൻ, പച്ചപ്പുഴു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ഇതെല്ലാം കൂടെ ഒന്നിൽ പെട്ടതാ. അല്ലെ സൈന്യങ്ങളെന്ന് പറഞ്ഞേനെ. സൈന്യങ്ങളല്ല, സൈന്യമാണ്. പക്ഷെ 4 നിലയിൽ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെട്ടിക്കിളിയുടെ ബാധ യഹൂദ ജനത്തിൻ്റെ മേൽ ദൈവം അയച്ചു. ജനം അതിൽ കഷ്ടപ്പെടുകയാണ്. നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. ഈ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ പ്രവാചകൻ ചോദിച്ചു, ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ സംഭവിച്ചിട്ടുണ്ടോ? ചോദ്യമാ പ്രവാചകൻ ചോദിക്കുന്നു. 1-ാം അധ്യായത്തിലേക്ക് വന്നേ. 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. മൂപ്പന്മാരെ, യഹൂദ മൂപ്പന്മാരെ, ഇത് കേൾപ്പീൻ. മൂപ്പന്മാര് മാത്രമല്ല, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്താ പ്രവാചകന്റെ ചോദ്യം? നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്തോ സംഭവിച്ചെന്നാ? 4-ാം വാക്യം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിൻ്റെ സൈന്യത്തെ ദൈവം തൻ്റെ ജനത്തിൻ്റെ നേരെ അയച്ചു. അവ എന്തു ചെയ്തു? മുഴുവൻ നശിപ്പിച്ചു.
പച്ചയായത് ഒന്നും ശേഷിപ്പിക്കാതെ മുഴുവൻ വെട്ടിക്കിളി. ഇതിനെല്ലാം കൂടെ ചേർത്ത് വേദപണ്ഡിതന്മാർ പറയുന്നത് വെട്ടിക്കിളി എന്നാണ്. വെട്ടിക്കിളി എന്ന ഒരു മഹാസൈന്യത്തെ ദൈവം യഹൂദ ദേശത്തിൻ്റെ മീതെ അയച്ചു. താത്വികമായി പ്രവചന പുസ്തകം നാം പഠിക്കുമ്പോൾ വെട്ടിക്കിളി എന്ന ബാധയെ അയക്കാൻ ചില കാരണങ്ങൾ ഉണ്ട്. വെട്ടിക്കിളിയെ വിവിധ സന്ദർഭങ്ങളിൽ ദൈവം ദേശത്ത് അയച്ചത് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് അയച്ചത് മിസ്രൈമിലേക്കാണ്. ദൈവമക്കളായ നമുക്ക് നല്ലതുപോലെ ആ ഭാഗം അറിയാമല്ലോ. മിസ്രൈമിൽ വന്ന ബാധകളിൽ ഒന്നാണ് വെട്ടിക്കിളി. അന്ന് വെട്ടിക്കിളിയെ അയച്ചപ്പോൾ ദൈവം വെട്ടിക്കിളിക്ക് നിർദ്ദേശം കൊടുത്തു. സ്തോത്രം. ദൈവത്തിൻ്റെ സൈന്യം, ദൈവം അയക്കുന്ന സൈന്യം ദൈവം പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതിപ്പോ തിര്യക്ക് ജന്തുക്കളാണേലും ദൈവം പറയുന്നത് അനുസരിക്കും. മനുഷ്യൻ കേൾക്കത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. പെട്ടെന്ന് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കാനായിട്ട് പറയാം. വിലയാൻ കേൾക്കത്തില്ല, കഴുത കേൾക്കും. മത്സ്യം അനുസരിക്കും, യോനെ അനുസരിക്കുകയില്ല. മനസ്സിലായോ? പ്രകൃതി, കാറ്റ്, തീജ്വാല, മൃഗങ്ങൾ, പറവകൾ, ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ, സിംഹം, ഇവയെല്ലാം ദൈവം പറയുന്നത് അനുസരിക്കും. എന്തിനു പറയുന്നു? പുഴു പോലും അനുസരിക്കും. കുത്തിക്കളയാൻ പറഞ്ഞാൽ ആവണക്കിനെ കുത്തും. സ്തോത്രം. പക്ഷേ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതിൽ വിമുഖത പലപ്പോഴും കാട്ടാറുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വെട്ടുക്കിളിയുടെ ബാധ നിങ്ങളൊന്ന് നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ഒന്ന് വായിച്ച് സഹായിച്ചു തരണം. 10-ാം അധ്യായം 13 മുതൽ. അങ്ങനെ മോശ തന്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്ന് മിസ്രയീമിന്റെ അതിർക്കത്തൊക്കെയും അനവധിയായി വീണു. അതിർക്കകത്ത് ഒക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല. യെസ്. ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അടുത്ത വാക്യം. അത് ഭൂതലത്തിലൊക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി. യെസ്. കന്മഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. അത് ശ്രദ്ധിക്കണം. കന്മഴ ശേഷിപ്പിച്ചത് മുഴുവൻ, നിലത്തിലെ മുഴുവൻ സസ്യങ്ങളെയും വെട്ടുക്കിളി തിന്നുകളഞ്ഞു. വെട്ടുക്കിളിയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ മറ്റു ചില ഭാഗങ്ങളും വായിക്കാം. രാജാവില്ലെങ്കിലും, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? രാജാവില്ലെങ്കിലും വെട്ടുക്കിളി എന്ത് ചെയ്യുന്നു? അണിയണിയായി പോകുന്ന. അത് വന്നങ്ങ് മൂടിയാൽ പിന്നെ ദേശത്ത് ഇരുട്ടാ. വെട്ടുക്കിളിയുടെ കാര്യമായി പറയുന്നത്. രാജാവില്ല, പക്ഷേ അണിയണിയായി പോകും. നമുക്ക് നടത്തിപ്പുകാരുണ്ടേ പോലും യോഗത്തിന് വന്നിരിക്കുന്ന ഇരിപ്പ് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെങ്കും പിന്നെ അതൊന്നും പറയുന്നത് ഞാനിതുവരെ കേട്ടില്ല. മുന്നോട്ട് കയറിയിരിക്കുന്നൊന്നും. സ്ഥലം എല്ലാം കാലി കിടന്നാലും ചിലർ പുറകിലേ വന്നിരിക്കും. അങ്ങനെ പുറകിലിരിക്കുന്നവർ എല്ലാവരുടെയും കാര്യമല്ലേ ഈ പറയുന്നത്. രാജാവില്ലെങ്കിലും വെട്ടുക്കിളി അണിയണിയായി പോകും. അത് നമുക്കൊരു ഉപദേശമാണ് കേട്ടോ. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാനൊക്കെ പറയുന്നില്ലേ? മടിയനോടാ പറയുന്നത്. ആരെ നോക്കി പഠിക്കാൻ? സ്വന്തം. ഇതൊക്കെ നമ്മുടെ സാധനപാഠത്തിന് വേണ്ടി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി ആമേൻ ക്രിസ്തീവ് നയിക്കണം എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. വെട്ടുക്കിളി കൽമഴ ശേഷിപ്പിച്ച ബാക്കി മുഴുവൻ പച്ചയും ഇത് വെട്ടുക്കിളിയുടെ സ്വഭാവമാണ്. വെട്ടുക്കിളി ഒരിടത്ത് വന്നാൽ പച്ചയായതൊന്നും ശേഷിപ്പിക്കുകയില്ല, മുഴുവൻ തിന്നും. യഹൂദദേശത്ത് ഈ വെട്ടുക്കിളി വന്നു. അവരുടെ കൃഷി സമ്പത്ത് മുഴുവൻ നശിച്ചു. കളപ്പുരകളെല്ലാം കാലിയായി. ചക്കിൽ മുന്തിരി ആട്ടാനില്ല. ഒലിവിൻ്റെ ഫലം അവർക്കില്ല. ചുരുക്കി പറഞ്ഞ ആലയത്തിലെ ശുശ്രൂഷ അറ്റുപോകത്തക്ക നിലയിൽ ഹോമയാഗങ്ങളോ ഭോജനയാഗങ്ങളോ ഹനനയാഗങ്ങളോ ഒന്നും കഴിക്കാനില്ലാത്ത നിലയിൽ അവരുടെ കൃഷിഫലങ്ങൾ മുഴുവൻ നശിച്ചു.
അങ്ങനെ ഒരു ബാധ അവൻ യഹൂദ ദേശത്ത് വന്നു. ഞാൻ ഈ വെട്ടുക്കിളിയെക്കുറിച്ച് ചില വാക്കുകളൂടെ പറഞ്ഞോട്ടെ. അവൻ സ്വാഭാവികമായി ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് പച്ചയായത് തിന്നുക എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് വെട്ടുക്കിളിയെക്കുറിച്ച് പറയുന്നതൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവിടെ ചില പാഠങ്ങൾ നമുക്കുണ്ട്. റെവലേഷൻ 9-ാം അധ്യായം 1 മുതൽ വേഗത്തിലൊന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 9:1 മുതൽ. യെസ്, ഇതെല്ലാം വ്യാഖ്യാനിക്കാനൊന്നും എനിക്കറിയല്ലേ. 5-ാമത്തെ ദൂതന് ഊതി എന്നൊക്കെ വായിച്ചു വിടുക നിർവാഹമുള്ളൂ. എന്നാൽ അതിനകത്ത് താഴോട്ട് വായിച്ചു വരുമ്പോൾ ചില ചിന്തകളുണ്ട്, അത് വ്യാഖ്യാനിക്കാൻ എനിക്കറിയാം. യെസ്, ഒന്ന് വായിച്ചോ മോളെ. ആ ആ ഓ ആ അഗാധ കൂപം തുറന്നു. ആ അടുത്തത് ആ യെസ്, പുകയിൽ നിന്ന് വെട്ടിക്കിളി പുറത്തു വന്നു. ഷെറിൻ ആദ്യം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം വെട്ടുക്കിളി വന്നത് പുകയിൽ നിന്നോ അഗാധ കൂപത്തിൽ നിന്നോ അല്ല, കാറ്റ് ദൈവം അടുപ്പിച്ചു. ദൈവത്തിന് തൻ്റെ സൈന്യത്തെ എങ്ങനെയും പുറപ്പെടുവിക്കാൻ അറിയാം. ദൈവം തൻ്റെ സൈന്യത്തെ എവിടെയൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അത് അഗാധ കൂപത്തിൽ കാണാം, മറ്റ് പലയിടങ്ങളിലും ദൈവം ഇതിനെ സംരക്ഷിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ എല്ലാം കൂടെ സംഭരിച്ചു വെച്ചിരിക്കുക. അവസരം വരുമ്പോ ദൈവം തന്റെ സൈന്യത്തെ അയക്കും. ഇവിടുത്തെ വെട്ടിക്കിളി അഗാധ കൂപത്തിൽ നിന്ന് വരികയാ. എന്താ അതിനോട് പറയുന്നത്? രാജോ ആ എന്നിട്ട് കെട്ടുകിളിയോട് പറയുകയാണ്, നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായത് ഒന്നിനും യാതൊരു വൃക്ഷത്തിനും. ദൈവത്തിന് ഇതിന്റെ സ്വഭാവം അറിയാം. ഇതിന്റെ സ്വഭാവം ദൈവത്തിന് അറിയാം. അപ്പൊ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ദൈവം പറഞ്ഞു, സൂക്ഷിച്ചോണം, നിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവിടെ പറ്റുകയില്ല. ചിലർ പറയലേ എന്റെ സ്വഭാവമായതെന്ന്. ചിലർക്ക് സ്വഭാവം മാറ്റാൻ അറിയില്ല. വെട്ടിക്കിളിക്ക് സ്വഭാവം മാറ്റാൻ അറിയാം. നിങ്ങൾ ചിന്തിക്കാനാ ഞാനീ പറയുന്നത്. വെട്ടിക്കിളി വന്നാൽ ഇത് ശക്തമായ വെട്ടിക്കിളിയാ, പച്ചയായത് മുഴുവൻ നശിപ്പിക്കണം. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നതേ ചെയ്യാവൂ, ഞാൻ പറയുന്നതേ പ്രവർത്തിക്കാവൂ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഗൗരവത്തോടെ പറയാം. അവൻ ദൈവം സൃഷ്ടിച്ച മറ്റ് സകല ജീവജാലങ്ങളും ദൈവം പറയുന്നതിനപ്പുറം ഒരു നിലയിലും പോകയില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ എന്തിനു പറയുന്നു? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ പോലും പലപ്പോഴും ദൈവവചനത്തെ പുറകോട്ട് എറിഞ്ഞു കളയുന്നവരായി തീരാറുണ്ട്. ഈ വെട്ടുകിളിയോട് പറഞ്ഞു, പച്ചയായ പുല്ലിനോ സസ്യത്തിനോ ഒന്നിനും എന്ത് ചെയ്യരുത്, കേടുവരുത്തരുത്. എന്നിട്ട് ജിൻസി വെളുപ്പം വായിച്ചോണോ, എന്റെ സമയം പോലെ. അവരെ കൊല്ലുവാനല്ല. അപ്പൊ പറയാം, നെറ്റിയിൽ മുദ്രയില്ലാത്ത, ദൈവത്തിന്റെ അടയാളം ഇല്ലാത്തവർക്കല്ലാതെ ഒരു കേടും വരുത്തരുത്. അപ്പൊ അത് തന്നെ നോക്കണം. മനുഷ്യനെ കണ്ടാൽ കേടുവരുത്താൻ ഒക്കത്തില്ല. മുദ്ര ഉണ്ടോ നോക്കണം. ആരുടെ മുദ്രയാ? ദൈവത്തിന്റെ അടയാളം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ആമേൻ. ശത്രുവിനെ ദൈവം ഏൽപ്പിക്കുമ്പോൾ, ഒരു ബാധ ദേശത്ത് വരുമ്പോ എല്ലാരെയും തൊടാൻ പാടില്ല. ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, അടയാളം ലഭിച്ച ഒരു കൂട്ടരുണ്ട്, രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മിസ്രൈമിലെ ബാധയോടുള്ള ബന്ധത്തിലും നമുക്കറിയാമല്ലോ, സംഹാരദൂതൻ പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റില്ല. രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പൊ ശ്രദ്ധിച്ച് സംഹാരദൂതൻ അകത്ത് കയറൂ. ഇതുപോലെ വെട്ടിക്കിളി കാണുന്ന മനുഷ്യനെയെല്ലാം കുത്താൻ പറ്റുകയല്ല. ആ വെട്ടുകിളി വന്ന് നോക്കണം, നെറ്റി മേൽ ദൈവത്തിന്റെ മുദ്രയുണ്ടോ. മുദ്രയില്ലാത്തവനെ എന്ത് ചെയ്യണം? കൊല്ലാൻ പറ്റുകയല്ല. 5 മാസം ദണ്ഡിപ്പിക്കാൻ അധികാരം കൊടുത്തു. കൊല്ലാൻ പറ്റുകയല്ല. എന്തേ ചെയ്യാൻ പറ്റൂ? എന്റെ ദൈവമേ, വെട്ടുകിളി എന്തെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ തന്നെ സ്വാഭാവികമായി ഇതിന് ഇഷ്ടമുള്ള ഒന്നാ പച്ചയല്ല. ദൈവം പറഞ്ഞേക്കാ തൊട്ടേക്കല്ലെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ താഴോട്ട് വായിച്ച് ഇനി നോക്കിക്കോ. ഞാൻ പറയാനുള്ള പ്രസക്ത വാദം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നിരീക്ഷിച്ച് സ്വഭാവത്തിന് വിരോധമായി
പ്രകൃതി നാച്ചുറൽ തനിക്കുള്ള അവർക്കുള്ള പ്രകൃതിദത്തമായ സ്വഭാവത്തിന് വ്യത്യസ്തമായി ദൈവത്തിന്റെ കൽപ്പനയനുസരിപ്പാൻ വെട്ടിക്കിളി തയ്യാറാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന നാം ആരാണ്? വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമയൊന്നും പറഞ്ഞു നിൽക്കരുത്. ഞാൻ ഇങ്ങനെയാന്ന്, ഞങ്ങളുടെ അപ്പച്ചൻ ഇങ്ങനെ ആയിരുന്നു എന്നും പറയല്ലേ. അങ്ങനെ പറയല്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ നമ്മെ ദൈവം ഒന്നിന് ആമേൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രി ഒരു സമർപ്പണം ഉണ്ടാകണം. ദൈവം എന്തു പറഞ്ഞാലും അത് അപ്രകാരം ആമേൻ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിത് പറയുമ്പോൾ യോനയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മത്സ്യത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. യോനയോട് പറഞ്ഞു നിനവയിലേക്ക് പോകാൻ. അവൻ ഇതുവരെ ഇസ്രായേലിൽ പ്രവചിച്ച് ശുശ്രൂഷിച്ച് ശക്തമായ ഒരു പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ആളാണ് യോന. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഗ്രഹിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. സ്തോത്രം, ഗേഹസി നഷ്ടപ്പെട്ടു പോയി, പകരം ദൈവം തെരഞ്ഞെടുത്തത് യോനയാണ്. ഈ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, ഏലീശയുടെ പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോന ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. സ്തോത്രം. ഏലീശയുടെ ശുശ്രൂഷ അവസാനിക്കുന്ന അടുത്ത പേജിൽ യോനയുടെ ശുശ്രൂഷയാ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെടുത്ത് വായിപ്പിക്കേണ്ടതാ. നമ്മൾ യോനയുടെ പ്രവചനത്തിലേ കാണുന്നുള്ളൂ. അങ്ങനെയല്ല. യോനായ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. ആർക്ക് പകരാന്നറിയാവോ? ഏലീശയുടെ ശുശ്രൂഷ അവസാനിച്ച ശേഷം അടുത്ത് മിന്നിത്തിളങ്ങിയ ആളാണ് യോനാ പ്രവാചകൻ. ഇസ്രായേലിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിനവയിലോട്ട് പോകാൻ. ആ കാലഘട്ടത്തിൽ അശൂർ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ പീഡിപ്പിക്കുന്ന അശൂർ ദേശത്ത് ചെന്ന് നിനവേക്കാർ മാനസാന്തരപ്പെടാൻ പ്രസംഗിക്കാൻ യോന ഉപദേശിക്ക് താല്പര്യം തോന്നിയില്ല. അശൂർ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടാൻ അവർ ന്യായവിധി ഇറങ്ങി വരട്ടെന്നാ. ദൈവം അങ്ങനല്ലേ പറഞ്ഞത്? നീ ചെന്ന് പ്രസംഗിക്കണം, ഇല്ലെങ്കിൽ ആ ദേശത്തെ ഞാൻ എന്ത് ചെയ്യും? ഉന്മൂലനാശം വരുത്തും. ജനം അനുദപിച്ചാൽ ഞാൻ അവരെ വിടുവിക്കും. അതുകൊണ്ട് യോനയെ നീ പോയി അവരോട് പ്രവചിക്കാൻ പറഞ്ഞു. യോന പറഞ്ഞു അങ്ങനെ അവർ വിടുവിക്കേണ്ട, തീ ഇറങ്ങി നശിച്ചോട്ടെന്ന് പറഞ്ഞു, അല്ല വെള്ളം കയറി പോകട്ടെന്ന് പറഞ്ഞു. ഞാൻ പോവുകയല്ലെന്ന് പറഞ്ഞു. യോന പുസ്തകം മടക്കി കക്ഷത്ത് വെച്ച് വേറെ വഴിക്ക് യാത്രയായി. അനുസരിക്കുമോ? ഇതുവരെയും പ്രവചന ശുശ്രൂഷയിൽ തിളങ്ങി നിന്നവനാ. പക്ഷേ അവൻ്റെ ദേശഭക്തി, യഹൂദജനത്തെ, ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന അശൂർ മാനസാന്തരപ്പെടേണ്ട, നശിക്കട്ടെ എന്നായിരുന്നു അവരുടെ ചിന്ത. സ്തോത്രം, അവൻ്റെ ചിന്ത. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയല്ലായിരുന്നു. അവർ മാനസാന്തരപ്പെടണമെന്നുള്ളതായിരുന്നു. യോനയോട് പറഞ്ഞു യോന പോവുകയല്ലെന്ന് പറഞ്ഞു. ദൈവം നിശ്ചയിച്ചു യോനയെ അവിടെ തന്നെ അയക്കുമെന്ന്. എൻ്റെ ഫാദറിലോ ഇവിടെ ആർക്കും അറിയത്തില്ല, ഷെറിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു സുവിശേഷകനും ഒരു പ്രവാചകനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ദൈവം സൂക്ഷിക്കുക, ഞങ്ങൾ ശിശുകൊണ്ടിരുന്ന സ്ഥലത്ത് യോനായ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ദൈവം വെച്ചില്ല. വേറെ യോനമാരില്ല, വേറെ യോനമാരുണ്ടായിരുന്നു, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ദൈവം വെച്ചില്ല. യോനയെ തന്നെ ദൈവം അയച്ചു. ഈ അനുസരണം കേട്ടവനെ അയക്കണോ? അവനെ തന്നെ ദൈവം നിനവയിലേക്ക് അയക്കാൻ പദ്ധതിയിട്ടു. ദൈവം കടലാനയോട് പറഞ്ഞു, മത്സ്യത്തോട് പറഞ്ഞു, കപ്പലിനോട് ചേർന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ KC ജോൺ ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് യോനയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇനി ഞാൻ പറയാൻ വരുന്നത്. ഇതേവരെ എൻ്റെതാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്നത് KC ജോൺ പാസ്റ്റർ പറഞ്ഞാൽ പറയുന്നത്. അങ്ങനെ ഉപദേശിമാർ പറയുകയല്ല, അവരുടേതായിട്ടേ പറയത്തുള്ളൂ. യോനായെ വിഴുങ്ങിയ മത്സ്യം ഇങ്ങനെ തത്രപ്പാടിൽ വെപ്രാളത്തോടെ ഇങ്ങനെ ഓടുക, ഭയങ്കര വെപ്രാളം. കൂട്ടുമത്സ്യങ്ങൾ ചോദിച്ചോടെ ഇന്നലെ ഇല്ലാത്ത വലിയ ഉത്സാഹം ഇന്നെന്തുവാ നിനക്ക്? ഇന്നലെ ഇല്ലാത്ത വെപ്രാളം എന്തോ നിനക്ക് എന്തുവാ ഇത്ര വെത്തപ്പാട്? ഇങ്ങനെ കിടന്ന് പിടക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ ചാടേണ്ട കാര്യമുണ്ട്, ഇത്ര സ്പീഡ് തന്നെ. അപ്പോൾ ഈ മത്സ്യം തിരിച്ചു പറയാ, നിങ്ങൾക്കറിയാമോ നിനവയിലേക്കുള്ള സുവിശേഷം എൻ്റെ വയറ്റിൽ കിടക്കുക, ഇതിനെ അവിടെ കൊണ്ടത് ഛർദ്ദിക്കാതെ എനിക്ക് സ്വസ്ഥത വരികയല്ലെന്ന്. എന്നോ ദൂതാണെന്നറിയാവോ? നിനവയിലേക്കുള്ള സുവിശേഷം എന്റെ അടിവയറ്റിൽ കിടക്കുക. ഇത് അവിടെ കൊണ്ട് ഛർദ്ദിക്കണമെന്ന് എനിക്ക് കൽപ്പനയുണ്ട്. അവിടെ കൊണ്ട് ഛർദ്ദിക്കുന്നിടം വരെ എന്റെ വെപ്രാളം മാറുന്നില്ല. എന്നാ ദൂതാണെന്നറിയാവോ? ഞാൻ പറഞ്ഞു വരുന്നത്, മത്സ്യം അനുസരിക്കും, യോനെ അനുസരിക്കത്തില്ല. വെട്ടിക്കിളി അനുസരിക്കും, ഫറവോൻ ജനത്തെ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ യഹൂദ ഗോത്രം ദൈവത്തെ അനുസരിക്കത്തില്ല, പക്ഷെ വെട്ടിക്കിളി ദൈവത്തെ അനുസരിക്കും. ഇന്ന് രാത്രി ദോഹ IPCയിൽ ദൈവത്തിന്റെ വചനം കേൾക്കും ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, ദൈവം എന്ത് കൽപ്പിച്ചാലും അനുസരിക്കാൻ തയ്യാറാണോ?
നമ്മുടെ ന്യായങ്ങൾ ദൈവത്തിനും വിഷയമല്ല. യോനയ്ക്ക് ന്യായങ്ങളുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ന്യായം ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. എന്തെല്ലാം ന്യായങ്ങളാണ് നമ്മൾ നിരത്തി വെക്കുന്നത്. ആമേൻ, ആമേൻ. ന്യായങ്ങൾ നിരത്തരുത്. ദൈവം എന്ത് കൽപ്പിച്ചാലും, ദൈവം എന്ത് കൽപ്പിച്ചാലും ഈ രാത്രി ആമേൻ ഞാനത് ശിരസ വഹിച്ച് അനുസരിപ്പാൻ തയ്യാറാകുന്നു. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന തീരുന്നിടം വരെയും വിവിധ നിലയിലുള്ള കപ്രദാസന്മാരെ ദൈവം നിങ്ങളുടെ അടുക്കൽ അയക്കും. ഈ തിരുവചനത്തിലൂടെ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, വ്യക്തിപരമായി നിങ്ങൾക്ക് ദൂത് ലഭിക്കുമ്പോൾ, ഓ ദൈവത്തിന് സ്തോത്രം, ന്യായങ്ങൾ ഒരുപക്ഷെ നിരത്താൻ തടസ്സമായി നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ അതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ആ ദൈവീയ ആലോചനയുടെ അനുസരണത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിച്ച് അവന്റെ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവർ എന്നോട് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കണം. Praise the Lord. വെട്ടിക്കിളി അനുസരിക്കും. പ്രകൃതിദത്തമായ സ്വഭാവം മാറ്റിവെച്ചേച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ തയ്യാറാകും. സ്വഭാവത്തിനൊരു രൂപീകരണം നമ്മൾ പരിചയിച്ചു വന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ നിലപാട് ദൈവം നമ്മളോട് പറയുമ്പോൾ ഇന്ന് രാത്രി അതനുസരിപ്പാൻ നമുക്ക് കഴിയുമോ? അതൊരു ചോദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വെട്ടികളുടെ ബാധ ദേശത്ത് വന്നു. പ്രവാചകൻ ചോദിക്കുന്നു, ഇതിനു മുമ്പ് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനൊരു ബാധ വന്നു? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യോവേൽ പ്രവചനം എടുത്ത് മുഴുവൻ അത് വിശദീകരിച്ച് അതിൻ്റെ ന്യായാന്യായങ്ങൾ നിരത്താൻ ഈ രാത്രി എനിക്ക് കഴിയുകയില്ല. ആ പ്രവചനത്തിൻ്റെ ടൈറ്റിലിൽ ഇത് ആരുടെ കാലത്ത് പ്രവചിച്ചു എന്നില്ല. സ്തോത്രം. ആര് പ്രവചിച്ചെന്നേ ഉള്ളൂ. എപ്പോൾ പ്രവചിച്ചെന്നോ ആരുടെ കാലത്ത് പ്രവചിച്ചെന്നോ അതിനകത്തില്ല. എന്നാൽ ഇതിലെ പ്രവചന പുസ്തകങ്ങൾ നിങ്ങൾ മിക്കതും പഠിച്ചാൽ ആരുടെ കാലത്ത് പ്രവചിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ പ്രവചനങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഹോശയ, ആമോസ് ഇത്യാദി പ്രവചനങ്ങൾ, യെശയ്യാവ്, ഇവയെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോൾ, ഇരമ്യാവ്, ആമേൻ, ഇതൊക്കെ വായിക്കുമ്പോൾ പ്രവാചകന്മാർ, ഈ പറഞ്ഞ പ്രവാചകന്മാർ ആരുടെ കാലത്ത് പ്രവചിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോവേൽ പ്രവചനം അതുപോലെ ചുരുക്കം ചില പ്രവചനങ്ങളിൽ ആരുടെ കാലത്ത് പ്രവചിച്ചെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. യോവേലും പ്രവചിച്ചത് ആരുടെ കാലത്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലും പഠിച്ചു വരുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആരോട് പ്രവചിച്ചു എന്നും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ 3:1 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാള്. ആമേൻ. ദൈവം പ്രവാചകനിലൂടെ പറയുക, യഹൂദജനത്തിൻ്റെ, യെരുശലേമിൻ്റെ, സിയോന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്തും. ഇപ്പോൾ വെട്ടുകളുടെ ബാധ അവിടെ വന്നിരിക്കുക. പക്ഷെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു യഹൂദജനത്തിൻ്റെ സ്ഥിതിക്ക് എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ 2 ഗോത്രം ഉൾപ്പെട്ട തെക്കേ ദേശത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അപ്പൊ ഈ ദൂത് 2 ഗോത്രം ഉൾപ്പെട്ട് നിൽക്കുന്ന യഹൂദ ദേശത്തോട് ഉള്ള ദൂതാണ്. സ്തോത്രം. കുറഞ്ഞ പക്ഷം യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ് യഹൂദയെ ഭരിച്ചതിന് ശേഷം ഉള്ള ഒരു പ്രവചനമാണിത്. 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ, യഹോശാഫാത്തിന്റെ ഭരണത്തിന് ശേഷം ആമേൻ, അവന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു താഴ്വരയാണ് യഹോശാഫാത്ത് താഴ്വര. അപ്പോ യഹൂദയിൽ ഭരിച്ച ഭക്തനായ യഹോശാഫത്ത് എന്ന് പറയുന്ന ആ രാജാവിന് ശേഷം അവന്റെ ഓർമ്മ നിലനിർത്തത്തക്കവണ്ണം ഇട്ടിരിക്കുന്ന ഒരു പേരാണ് യഹോശാഫാത്ത് താഴ്വര. അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ പഠന വിഷയം. ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. ഇത് തെക്കേ ദേശത്തോടുള്ള പ്രവചന ദൂതാണ്. പൊതുവേ ദൈവമക്കളെന്ന അഭിമാനമുള്ളവരാണ് തെക്കേ ദേശക്കാർ. ബാക്കി 10 ഗോത്രം ഉൾപ്പെട്ട വടക്കേ ഗോത്രം അവൻ പാപത്തിലൂടെ ജീവിതം നയിക്കുന്നവരാണ്. ഈ 2 ഗോത്രം ഏകദേശമൊക്കെ എല്ലാ രാജാക്കന്മാരും ജനവും, പ്രത്യേകിച്ച് രാജാക്കന്മാർ ദാവീദിന്റെ വഴികളിൽ നടന്നവരാ. മനസ്സിലായോ? അവരെക്കുറിച്ചൊക്കെ അത് എടുത്തു പറയുന്നത്. പ്രവചന പുസ്തകത്തിൽ നിന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കൊക്കെ പോകേണ്ടി വരും. അവിടെ ഒട്ടും ഞാനിപ്പോൾ പോകുന്നില്ല. എങ്കിലും വേദപുസ്തകം വായിക്കുന്നവരായ നിങ്ങൾക്ക് അത് മനസ്സിലാകും. യഹൂദദേശത്തിലെ ഭക്തന്മാരായ രാജാക്കന്മാർ മിക്ക പേരും ദൈവത്തിന് സ്തോത്രം ദാവീദിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദമായതുള്ളത് ചെയ്തവരാ. അങ്ങനെ ചെയ്തവരിൽ ഒരു ഭക്തനായിരുന്നു യഹോശാഫാത്ത്. അവൻ ശുശ്രൂഷയ്ക്ക് ശേഷം അവന്റെ പേര് നിലനിർത്താൻ ഇട്ട പേരുകളിൽ ഒന്നാണ് യഹോശാഫാത്ത്
താഴ്വര എന്ന് പറയുന്നത്. ആമേൻ. ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്ന കാലത്ത് വായനക്കാരായ അല്ലെങ്കിൽ ഈ ദൂതിന്റെ ആമേൻ ദൈവത്തിന് സ്തോത്രം, ഇത് ദൂത് ആർക്ക് നൽകുന്നോ അവരോട് പറയുകയാണ്, ഞാൻ യഹൂദ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ആമേൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, യഹോശാഫാത്ത് താഴ്വരയിൽ ഞാൻ സകല ജാതികളെയും എന്ത് ചെയ്യും? കൂട്ടിവരുത്തും. അപ്പോൾ അവർക്ക് ആ താഴ്വരയെ കുറിച്ച് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഒന്നുകൂടെ പറയുന്നു. യഹോശാഫാത്തിനു ശേഷം അവന്റെ മക്കളിൽ ആമേൻ സ്തോത്രം ഒരുവൻ യഹൂദയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് യഹൂദാദേശത്ത് ദൈവത്തിന്റെ ബാധ വന്നത്. സ്തോത്രം. ഞാനിത് ചുരുക്കി പറയുന്നത് കൊണ്ട്, ഈ സമയത്ത് ഈ ദൂത് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. യോവാശ് എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലൻ 6-ാമത്തെ വയസ്സിൽ യഹൂദയുടെ രാജാവായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ഭരണകാലത്ത് അവൻ കാണിച്ച അവിവേകത്തിന്റെ ഫലമായി ദൈവം അയച്ച ബാധയാണ് വെട്ടിക്കിളിയുടെ ബാധ എന്ന് പറയുന്നത്. അവൻ ഈ യോവാശിനെ കുറിച്ച് അല്പമൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. 6 വയസ്സുവരെ യഹോവയുടെ ആലയത്തിൽ പാർത്തവനാണ്, ആലയത്തിൽ വളർന്നവനാണ് യോവാശ്. അവനെ വളർത്തിയത് സ്തോത്രം ഒരു പുരോഹിതനും അവന്റെ ഭാര്യയായ യഹോശബത്തും കൂടെയാണ്. സ്തോത്രം. അവൻ ജനിച്ച നാളുകളിൽ ആമേൻ 6 മാസം പ്രായമുള്ളപ്പോൾ അവൻ അന്ന് ദേശത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ദുഷ്ടരാജ്ഞിയായ അഥല്യയാണ്. അഥല്യ, ഈ അഥല്യ എന്ന് പറയുന്നത് യഹൂദ ദേശത്തുണ്ടായവളല്ല, ഇസ്രായേൽ ദേശത്തുണ്ടായവളാണ്. നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നത് കൊണ്ട് മനസ്സിലാകാൻ വേഗത്തിൽ ഞാൻ പറയുന്നു. ആഹാബിന്റെയും ഇസബേലിന്റെയും മകളാണ് അഥല്യ എന്ന് പറയുന്ന സ്ത്രീ. അവൾ എങ്ങനെയാ യഹൂദദേശത്ത് വന്നത്? പ്രൈസ് ദി ലോർഡ്. യഹോശാഫാത്ത് യഹൂദയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അവിവേകം കാണിച്ചു. ഭക്തനാണേലും ചെറിയ അവിവേകം കാണിച്ചു. ദുഷ്ടനുമായിട്ട് ബന്ധം കൂടി, ദുഷ്ടനെ സഹായിക്കാൻ തീരുമാനിച്ചു. ആഹാബുമായിട്ട് ബന്ധം കൂടി. ആഹാബിൻ്റെ മകൾ അഥല്യയെ യഹോശാഫാത്തിൻ്റെ മകൻ യഹോരാം വിവാഹം കഴിച്ചു. ഇത് ദൈവത്തിന് പ്രസാദമായില്ല. യഹോശാഫാത്തിന് ധനവും മാനവും സമ്പത്തും ഉണ്ടായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷേ ചെയ്ത അവിവേകമാ ആഹാബ് ഗ്രഹവുമായിട്ട് സംബന്ധം കൂടി എന്ന് പറഞ്ഞാൽ, സംബന്ധം കൂടി എന്ന് പറഞ്ഞാൽ എന്തുവാ? നാടൻ ഭാഷയിൽ കല്യാണം. അതാ സ്തോത്രം. യഹോശാഫാത്തിൻ്റെ മകന് ഭാര്യയെ കിട്ടിയത് എവിടുന്നാണെന്നറിയോ? ഇസബേലിൻ്റെ മകളാ. ഈ ഇസബേലിൻ്റെ മകളായ അഥല്യയെ കല്യാണം കഴിച്ചത് കൊണ്ട് യഹോരാം തെറ്റിപ്പോയി. ആർക്കും ഇഷ്ടനാകാതെ അവൻ അവസാനിച്ചെന്ന യഹൂദയിലെ രാജാക്കന്മാരെ കുറിച്ചും മറ്റാരെക്കുറിച്ചും പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആർക്കും ഇഷ്ടനാകാതെ അവൻ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അവനൊരു മകനുണ്ട്, അഗസ്യാവ്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പം മകൻ്റെ ആലോചനക്കാരുത്തി അമ്മയായി അഥല്യ. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാ, എടുത്ത് വായിപ്പിക്കേണ്ടതാ. അമ്മ മകൻ ആലോചന പറഞ്ഞു കൊടുത്തു. ഭർത്താവിനെ തെറ്റിച്ചവൾ മകനെയും തെറ്റിച്ചു. സ്തോത്രം. അവൻ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ആഹാബിൻ്റെ മകൾ അഥല്യ ആലോചനക്കാരുത്തിയായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെ ആഹാബ് ഗൃഹത്തിന് ന്യായവിധി നടത്താൻ ദൈവത്താൽ അയക്കപ്പെട്ട യേഹു എന്ന് പറയുന്ന മനുഷ്യൻ അഥല്യയുടെ മകനായ അഗസ്യാവിനെ കൊന്നുകളഞ്ഞു. സ്വന്തം മകൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ദുഷ്ടയായ അഥല്യ ഒരു തീരുമാനമെടുത്തു. യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഒരു പുരുഷപ്രജയും രാജകുമാരന്മാരായി കാണരുതെന്ന് പറഞ്ഞ് മുഴുവൻ രാജസന്തതികളെയും കൊല്ലുവാൻ തീരുമാനിച്ചു. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അല്ലെങ്കിൽ ദിനവൃത്താന്തങ്ങൾ, 2 ദിനവൃത്താന്തങ്ങൾ 22-10 മുതൽ വേഗത്തിലൊന്ന് വായിക്കണം. യെസ്. അഗസ്യാവിന്റെ അമ്മയായ തൻ്റെ മകനായ അഗസ്യാവ് മരിച്ചുപോയി എന്ന് കണ്ടിട്ട് വായിച്ചോളൂ. യഹൂദ ഗ്രഹത്തിലെ രാജസന്തതികളെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടാ പറഞ്ഞത്, എന്നാൽ ദൈവം എല്ലാം നശിക്കാൻ അനുവദിച്ചില്ല. എന്താ അനുവദിക്കാഞ്ഞത് എന്ന്
എന്നോട് ചോദിച്ചാൽ തിരുവചനത്തിൽ നിന്നൊരു മറുപടി എനിക്ക് പറയാനുണ്ട്. ദൈവം തന്റെ ദാസനായ ദാവീദിന് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തം എന്നറിയാമോ? നിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കാൻ നിന്റെ തലമുറയിൽ ഒരു പുരുഷൻ ഇല്ലാതെ പോകയില്ലെന്ന് ദൈവം ദാവീദിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ആ വാക്യം കൂടെ ഈ ധരണത്തിൽ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. 1 രാജാക്കന്മാർ 9-ന്റെ 5-ാം വാക്യം. ഇസ്രായേലിന്റെ രാജസന്തതിയിൽ രാജാസനത്തിൽ ഇരുന്ന് രാജാസനത്തിൽ ഇരുന്ന് ഭരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിന്മേലുള്ള നിന്റെ രാജത്വം ശലോമോനെ ഞാൻ ഉറപ്പിക്കും കേട്ടോ. നിന്റെ അപ്പന് ഞാനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഇസ്രായേൽ രാജാസനത്തിൽ ഇരുന്ന് ഒരു പുരുഷൻ ഭരിക്കാൻ നിനക്കില്ലാതെ പോകയില്ല. ഈ വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുക. പക്ഷെ ആ വാഗ്ദത്തത്തിനെതിരായി ദുഷ്ട സ്ത്രീയായ അഥല്യയിലൂടെ പിശാച് പ്രവേശിച്ചു. സ്തോത്രം. ആ വാഗ്ദത്തം നിലനിൽക്കാതെ വണ്ണം അവൻ യഹൂദയിലെ മുഴുവൻ രാജസന്തതികളെയും കൊല്ലുവാനായി ആ ദുഷ്ട സ്ത്രീ വാളെടുത്ത് ഓരോന്നിനെ അരിഞ്ഞു കൊല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ചരിത്രഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഗസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്തു. സ്തോത്രം. എന്നിട്ട് അവനെയും അവന്റെ ദാസിയെയും ഒരു ശയനഗ്രഹത്തിലാക്കി. എന്നിട്ട് ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദാ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശബത്ത്, അവൾ അഗസ്യാവിന്റെ സഹോദരിയല്ലോ, അതല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. കണ്ടോ? വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ ദൈവം ചെയ്ത പദ്ധതിയായത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോടൊരു ദൂത് പറയുക. വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ സ്തോത്രം, അതിനെതിരായി എന്തെല്ലാം ദുഷ്ടമണ്ഡലങ്ങൾ പ്രവർത്തിച്ചാലും അരുളി ചെയ്തത് സ്വർഗമാണെങ്കിൽ നിവർത്തിക്കുവാൻ സ്വർഗം വഴി ഒരുക്കും. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാത്തിനെയും അരിഞ്ഞു വീഴ്ത്തുക. അപ്പോൾ ഇതാ രാജകുമാരി എവിടുന്നാണ് പ്രവർത്തിക്കുന്നു അവിടുന്ന് തന്നെ ദൈവം കരത്തെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. രാജകുടുംബത്തിൽ രാജ്ഞി ആമേൻ യഹൂദ ബാലന്മാരെ രാജകുമാരന്മാരെ മുഴുവൻ കൊല്ലുമ്പോ അവൻ സംരക്ഷണത്തിന്, അതിന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് ദൈവം വഴിയൊരുക്കിയത് പുറത്തു നിന്നല്ല, അകത്തു നിന്ന് തന്നെ ഒരുവരെ എഴുന്നേൽപ്പിച്ചു. എവിടെ പ്രതികൂലമുണ്ടായോ അവിടെ തന്നെ അനുകൂലത്തിന്റെ കാര്യം ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ രാജ്ഞി, അവൻ രാജകുമാരന്മാരെ കൊല്ലുമ്പോ ഒരു രാജകുമാരിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അത് യഹോരാം രാജാവിന്റെ മകൾ തന്നെയാ. അഥല്യയുടെ മകൻ കൊല്ലപ്പെട്ട അഗസ്യാവിന്റെ പെങ്ങളായി ചെയ്യുന്നത്. അവൻ സഹോദരന്റെ സ്വഭാവമല്ലേ ഈ സഹോദരിക്കും വരേണ്ടത്. പക്ഷെ ഈ പെൺകൊച്ച അങ്ങനല്ല. അവളൊരു ദൈവഭക്തയായിട്ടാ ആ വീട്ടിൽ ജീവിച്ചത്. അവളുടെ വിവാഹം വന്നപ്പോൾ അവള് പറഞ്ഞു, എനിക്കൊരു പ്രഭുകുമാരനെ വേണ്ട, എനിക്കൊരു പാസ്റ്ററെ മതി എന്ന് പറഞ്ഞു. അതിനാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യഹോയാദാ പുരോഹിതൻ എഴുതിയേക്കുന്നത്. കല്യാണം വന്നപ്പോ അവളുടെ ഭക്തി മാറ്റി വെച്ചില്ല. എന്റെ ദൈവമേ, ഒരു രാജകുമാരി പാസ്റ്ററെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ നിങ്ങളൊന്ന് ചിന്തിക്കാനാ ഞാനിതൊക്കെ പറയുന്നത്. ദൈവം ചെയ്യുന്ന വഴിയാ. കണ്ടോ? ഈ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടാ പോയെന്നറിയാവോ? ദേവാലയത്തിലേക്കാ പോയേ. ആമേൻ. രാജകുടുംബത്തിൽ നിന്ന് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരിടം ദൈവം നേരത്തെ ഒരുക്കുക. രാജകുമാരി മോഷ്ടിച്ചെടുത്ത് ഭർത്താവിൻ്റെ അടുക്കൽ ആലയത്തിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുക. ദാവീദിനോടുള്ള വാഗ്ദത്തത്തിനെതിരായി
ദുഷ്ടനായവൻ പദ്ധതികൾ ഒരുക്കുന്നത് മുന്നമേ അറിഞ്ഞ സ്വർഗം അതിന്റെ ക്രമീകരണത്തിന് വേണ്ടി അവൻ പിശാച് ചെയ്യുന്ന പദ്ധതികൾക്ക് വിരോധമായി ദൈവത്തിന്റെ ദാസനായ ദാവീദിനോടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ആ കുടുംബത്തിൽ തന്നെ കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരിക്കൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഈ കൊച്ച അന്ന് കല്യാണം കഴിച്ചത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയാണെന്ന്. അവൻ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവൾ അറിയാതെ തന്നെ അവളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ നിങ്ങളോടൊരു ദൂത് ഇന്ന് രാത്രി വീണ്ടും അമർച്ചയായി പറയുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഒരുപക്ഷെ ദൈവം നിങ്ങളെ നടത്തുന്ന വഴികൾ എന്തിനെന്നെ ഇങ്ങനെ നടത്തുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചതല്ലായിരിക്കാം, നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ലായിരിക്കാം. ഈ പെൺകുട്ടി അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ ഒരുപക്ഷെ അവളുടെ മാതാവോ പിതാവോ ആഗ്രഹിച്ചിരുന്നില്ലായിരിക്കാം. യഹോവയാവ് പുരോഹിതൻ ഒരിക്കൽ പോലും ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ചിരുന്നിരിക്കില്ല. പക്ഷെ ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു, ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു. അത് നിങ്ങൾ ഈ രാത്രി അംഗീകരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ എല്ലാം നന്നായി ചെയ്യും. രാത്രി ഭാരപ്പെടുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ ഈ വഴിയിലൂടെ അയക്കുന്നത്? മറ്റാർക്കും ഇല്ലാത്ത നിലയിൽ, മറ്റാർക്കും ഇല്ലാത്ത താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു പാതയിലൂടെ എന്നെ എന്തിനാ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ചില പദ്ധതിയുടെ നിവർത്തീകരണത്തിന് എന്റെ യഹോശവത്തെ ഇങ്ങനെ ഒന്ന് എനിക്ക് ചെയ്തേ മതിയാകുള്ളൂ. ദൈവം നിന്നോട് ഇടപെടുന്ന കാര്യങ്ങളിൽ, ദൈവം നിന്നോട് ഇടപെടുന്ന വിഷയങ്ങളിൽ ഇന്ന് രാത്രി മറുമുഖം നോക്കാതെ, അതുവിൽ ചിന്തിക്കാതെ ദൈവം തരുന്ന പ്രേരണയുടെ മുമ്പിൽ ഈ രാത്രി ജീവിതത്തെ സമർപ്പിക്കുന്നെങ്കിൽ നീ അറിയാതെ തന്നെ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കി നിന്നെയും കൂടെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഈ ദേശത്ത് ഉപയോഗിക്കുമെന്ന്, നിന്റെ കുടുംബത്തിൽ ഉപയോഗിക്കുമെന്ന്, നിന്റെ സഭയിൽ ഉപയോഗിക്കുമെന്ന്, നീ ജോലി ചെയ്യുന്നത് ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുമോ? അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്ത് നിരാശപ്പെട്ട് ഇന്ന് രാത്രി എന്തുകൊണ്ട് എന്നെ ഈ പാതയിൽ ഇങ്ങനെ വിടുന്നു? അവൻ പ്രതീക്ഷിച്ചതല്ല, മറ്റാരും ആഗ്രഹിച്ചതല്ല, മാതാപിതാക്കൾ കണക്ക് കൂട്ടിയതല്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന യുവകളെ, നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ദൈവം നിന്നെ നടത്തിക്കൊണ്ട് പോകുമ്പോ ഈ രാത്രി ഭാരപ്പെടണ്ട. അവൻ ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്നവനോ. അവന്റെ ജ്ഞാനത്തിന് കുറവില്ല. അവൻ നിന്റെ ചിന്താഗതികൾ ഒരുപക്ഷെ അത് പരിജ്ഞാനപൂർവ്വം ഉള്ളതായിരിക്കണമെന്നില്ല. എന്നാൽ അവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നത് കൊണ്ട്, അവൻ നിനക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് അതിന്റെ അന്ത്യം മനോഹരമായിരിക്കും. അതിന്റെ അന്ത്യം മനോഹരമായിരിക്കും. ഓ, ഇങ്ങനൊരു കുഞ്ഞിനെ രാജകുടുംബത്തിൽ നിന്ന് എടുത്തോണ്ട് പോയി പാസനേജിൽ കൊണ്ടുപോയി വളർത്തി. ആമേൻ. ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഹസ്ബൻഡ് കയ്യിൽ നീട്ടി സ്വീകരിക്കുക. മറ്റേതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് സംരക്ഷണം ലഭിക്കുകയല്ല. എന്തുകൊണ്ട് യഹോശബത്തിനെ ഒരു പുരോഹിതന്റെ ഭാര്യയാക്കി എന്ന ചോദ്യത്തിന് മറുപടി, ആ കുഞ്ഞ് സംരക്ഷണത്തോടെ വളരണമെങ്കിൽ ആലയമേ അന്ന് ആമേൻ ദൈവത്തിന് സ്തോത്രം ആമേൻ ശാശ്വതമായി മാറുകയുള്ളൂ. മറ്റേതിടത്തും ആ കുഞ്ഞിന് സംരക്ഷണം ലഭിക്കയില്ല. തന്റെ ദാസനോട് ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കാൻ, തന്റെ ദാസനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ ഇന്ന് രാത്രി ബലപ്പെട. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിന്റെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, ശുശ്രൂഷയിലായിരിക്കും ദൈവദാസന്മാരെ, നിങ്ങളോട് ഒരു ദൂത് പറയാൻ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ദൈവമാണ് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ച് വാഗ്ദത്തം തന്ന് ശുശ്രൂഷയിൽ ആക്കിയതെങ്കിൽ അതിന്റെ നിവർത്തിക്ക് വേണ്ടി ദൈവം സകലവും കരുതുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട് ഈ നിലയിൽ വരുന്നു എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ അയച്ചു എന്ന് ചോദിക്കരുത്. അയച്ചവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. ശമന ഹതുരജലക സന്തരാധിയ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. ആ കുഞ്ഞിനെ മോഷ്ടിച്ചെടുത്തു. അമ്മയിൽ നിന്ന് അമ്മ പൈശാചിക ശക്തിയോടുകൂടെ ദൈവിക പദ്ധതിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അതേ കൊട്ടാരത്തിലെ മകളെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നിവർത്തിക്കായി ദൈവം എഴുന്നേൽപ്പിക്കുക. നിങ്ങളിന്ന് ചിന്തിച്ചേ ദൈവത്തിന് സ്തോത്രം. യഹോരാം രാജാവിന്റെ മകളായി ഇത് ചെയ്യുന്നത്, അമ്മയാ മറ്റേത് ചെയ്യുന്നത്. ഒരു വീട്ടിൽ
ഒരു വീട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ നിലയിൽ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. ഈ രാത്രി വിശ്വസിക്കാമോ? അവൻ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നതിനകത്തു നിന്ന് ഒന്നിനെ ദൈവം പുറത്തെടുക്കുകയാ. ഈ രാത്രി ഒരു സാധ്യതയിലും നീ വിചാരിക്കണ്ട കേട്ടോ. കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം, ചിലത് വേർതിരിക്കപ്പെടത്തില്ലെന്ന് നീ ചിന്തിക്കണ്ട. അവൻ ദുഷ്ടമായ പശ്ചാത്തലമാണ് നിന്റെ ജീവിതത്തിൽ കുടുംബ പശ്ചാത്തലമെങ്കിൽ അതിനകത്തു നിന്ന് നല്ലതൊന്നിനെ പുറപ്പെടുവിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി പാസനേജിലെ ചോറ് കൊടുത്ത് 6 വർഷം അവനെ വളർത്തിയെന്ന് മാത്രമല്ല, 6ാമത്തെ വയസ്സിൽ യഹോയാദാ പുരോഹിതൻ ധൈര്യപ്പെട്ട് ജനത്തെ കൂട്ടിവരുത്തി അധല്യായ ദേശത്തു നിന്ന് നീക്കിയിട്ട്, ദുഷ്ടവ്യാപാരത്തെ നീക്കിയിട്ട്, ഞാനൊരു ദൂത് വീണ്ടും പറയുന്നു, ചില ദുഷ്ടവ്യാപാരങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഇളകി മാറും. ശമന ഹദ്ദുട ജനകവ സന്തരാദിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യാപാരങ്ങൾ തലമുറകൾ ജീവിച്ചിരിക്കാൻ കഴിയാതെ വണ്ണം, തലമുറകൾ യഥാസ്ഥാനപ്പെടാൻ കഴിയാതെ വണ്ണം, വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടാൻ കഴിയാതെ വണ്ണം അവൻ കൊലയുടെ ആത്മാവ് വ്യാപരിച്ച് ദേശത്ത് അടക്കി വാണുകൊണ്ടിരിക്കുന്ന അവൻ അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നാശത്തിന്റെ ആത്മാവ് ബാധിച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികളുടെ അവൻ തകർച്ചയ്ക്ക് ഈ പ്രാർത്ഥന മുഖാന്തരമായി തീരട്ടെ. ആമേൻ. എത്ര പേർ ചേർന്ന് പ്രാർത്ഥിക്കും? എത്ര പേർ യഹോശബ്ദത്തായി മാറും? എത്ര പേർ യഹോയാദാ പുരോഹിതന്മാരായി തീരും? ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ പോലും പ്രതീക്ഷിക്കാത്ത ചില പദ്ധതികൾ, പുരോഹിതനായ യഹോയാദയെ നീ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ ദേശത്ത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആലയത്തിലെ പുരോഹിത ശുശ്രൂഷ മാത്രം ചെയ്താൽ പോരായോ? അതിന് മാത്രമല്ലേ ഉള്ളൂ വിളി. പക്ഷേ അവിടുന്ന് മാറ്റി ദേശത്തൊരു രാജാവിനെ വാഴിക്കത്തക്കവണ്ണം മുഴുവൻ ജനത്തെയും കൂട്ടിവരത്തക്ക നിലയിൽ ദൈവദാസനോട് ദൈവം ദൂത് പറയുന്നു. അവൻ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിലൂടെ, ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളിലൂടെ ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ഈ ദിവസങ്ങളിൽ പകർന്ന് അത് സഭയ്ക്ക് അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ ദൈവത്തിന്റെ ജ്ഞാനത്തോടു കൂടെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ഈ രാത്രി തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ ഈ ദേശത്ത് ചെയ്യും. ആലയത്തിൽ മാത്രം ശുശ്രൂഷിച്ചാൽ മതി. എന്നാൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇപ്പോൾ അവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദേശത്തെ ഒരു രാജാവിനെ വാഴിക്കണം. അതിനു മുമ്പ് ദേശത്തെ ദുഷ്ടവ്യാപാരത്തെ ആ ദൈവദാസൻ മാറ്റിക്കളയുക. നിങ്ങൾ യഹൂദയുടെ ചരിത്രം നോക്കിക്കോ. ഒരു പുരോഹിതന്മാരും വന്ന് ഇതുപോലെ പ്രവൃത്തി ചെയ്തിട്ടില്ല. മ്ലേച്ഛത മാറ്റിയിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില രാജാക്കന്മാരും അതിന് മുതിർന്നിട്ടുണ്ട്. എന്നാൽ ഒറ്റ പുരോഹിതന്മാരും ഈ നിലയിൽ വന്നിട്ടില്ല. എന്നാൽ അധല്യായ ദേശത്തു നിന്ന് നീക്കി ഈ ദിവസങ്ങളിൽ ചില ദുഷ്ടവ്യാപാരങ്ങൾ മാറും. ഒരു വിടുതൽ ദൈവം അയക്കും. ചിലർ സ്വതന്ത്രരായി തീരും. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടേണ്ട ചിലതിനെ ഒരുക്കിയെടുക്കുവാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഒരു വലിയ വിടുതലായി മാറും. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? എന്നെ ഏൽപ്പിച്ച ദൂരാ ഞാൻ ഈ രാത്രി നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ച പഴയ പ്രസംഗമല്ല പറയുന്നത്, ചില ദൂതുകളാണ് ഞാൻ നിങ്ങളോട് ഈ രാത്രി പറയുന്നത്. സ്തോത്രം. അവനെ രാജാവാക്കി, അവന് ഉപദേശം പറഞ്ഞ് ആ നിലയിൽ ശുശ്രൂഷയിൽ യോവാശിനെ ഒരുക്കി മുന്നോട്ട് കൊണ്ടുവന്നു. എന്നാൽ യഹോയാദ മരിച്ചു. യോവാശ് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു. അന്യരുടെ ആലോചനയ്ക്ക് അവൻ വിധേയനായി. ചരിത്രഭാഗം എടുത്ത് ചിന്തിക്കേണ്ടതാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അന്യപുരുഷന്മാരുടെ, ദുഷ്ടന്മാരുടെ ആലോചനയ്ക്ക് വിധേയനായി ദൈവം പ്രവാചകന്മാരെ യോവാശിന്റെ അടുക്കൽ അയച്ചു. അരുതെന്ന് പറഞ്ഞു. അവൻ ചെവിക്കൊണ്ടില്ല. അവസാനം ദൈവം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? കൂടെ യോവാശിനോടൊപ്പം അതേ വീട്ടിൽ വളർന്ന ഒരു പുരോഹിത പുത്രനുണ്ടായിരുന്നു. സെക്കരിയാവെന്നാണ് അവൻ്റെ പേര്. അവൻ
യഹോയാദയ്ക്കും യഹോശബത്തിനും ജനിച്ച പുരോഹിതപുത്രനാ. ഇവരൊന്നിച്ച് ആ വീട്ടിൽ വളർന്നതാ. യോവാശും സക്കരിയാവും കൂടെ ഒന്നിച്ച് വളർന്നതാ. ഈ പുരോഹിതനായ സക്കരിയാവിൻ്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു. ഇതുവരെ പ്രവാചകന്മാർ മറ്റുള്ളിടത്തു നിന്നാണ് അവർ പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ കൂടെ വളർന്നവൻ വന്ന് ദൂത് പറഞ്ഞാൽ, ദൈവത്തിനും അങ്ങനെയൊക്കെ കണക്കുകളുണ്ട്, കൂടെ വളർന്നവൻ വന്ന് ഒരുപക്ഷെ ദൂത് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു സംശയം ഇങ്ങനെയൊക്കെ പുസ്തകത്തിലുണ്ടോ? ഉണ്ടോയെന്നൊന്ന് നോക്കിക്കേ. 2 ദിനവൃത്താന്തങ്ങളിലേക്കൊന്ന് വന്നേ. 24-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് വായിക്കാമോ? 21 20-21 ഒന്ന് വായിച്ചേ. ബാക്കിയുള്ളവരൊന്നും കേൾക്കാതെ വന്നപ്പോൾ മറ്റുള്ളവരെയൊക്കെ അയച്ചിട്ടൊക്കെ അവരുടെ എല്ലാം ദൂത് പുറകോട്ട് എറിഞ്ഞു കളഞ്ഞു പുള്ളി. എന്നാലും ദൈവത്തിൻ്റെ സ്നേഹം മാറുന്നില്ല. ഇവനെ തട്ടിക്കളയാൻ ദൈവം നിശ്ചയിച്ചില്ല. പിന്നെ വേറൊരുത്തനും കൂടെ അയക്കുക, കൂടെ കൂടെ ദൂത് പറയിക്കുക. അവസാനം ദൈവം അറ്റ കൈ ഉപയോഗിച്ചു. കൂടെ വളർന്നവനെ, സക്കരിയാവിൻ്റെ ആ യഹോയാദാ പുരോഹിതൻ്റെ മകനായ സക്കരിയാവിൻ്റെ മേൽ ദൈവാത്മാവ് വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട്, നിന്റെ ദൈവം ഇപ്രകാരം ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരാൻ കഴിയാതെ വണ്ണം നിങ്ങളെ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങളെ യഹോവയെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ച് കളയും. 21-22 പ്ലീസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാവോ? എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് കൂടെ വളർന്നവനെ, ഇവന് ചോറ് കൊടുത്തതാരാ? കൊല്ലപ്പെടേണ്ട ഇവനെ വളർത്തിയതാരാ? ഈ സക്കരിയാ പുരോഹിതൻ്റെ അപ്പനും അമ്മയാ ഇവന് ജീവൻ കൊടുത്തത്. ഇവൻ നശിച്ചു പോകേണ്ടതാ. നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് ഇവനെ മോഷ്ടിച്ചെടുത്ത് ആലയത്തിൽ കൊണ്ടുവന്ന് 6 വർഷം ചോറ് കൊടുത്ത് അവന് ലഭിക്കേണ്ട സിംഹാസനത്തിൽ അവനെ ഇരുത്തി ദുഷ്ടവ്യാപാരത്തെ മാറ്റി ദൈവകൃപയിൽ അവൻ ആലോചന പറഞ്ഞ് ദേശത്ത് അവൻ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തിയ ആ പുരോഹിതന്റെ മരണശേഷം അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ പല പ്രവാചകന്മാരെ അയച്ചു. അവരെ ആരെയും അനുസരിക്കാതിരുന്നപ്പോൾ സക്കരിയാവ് കൂടെ വളർന്നവനെ ദൈവം അയച്ചു. സ്തോത്രം. ആ ദൂത് കേട്ട് മാനസാന്തരപ്പെടുന്നതിന് പകരം രാജാവ് കൽപ്പന കൊടുത്തു അവനെ കൊന്നേക്കാൻ. സ്തോത്രം. അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിക്കണം. പരിശുദ്ധാത്മാവ് അതിനെ എങ്ങനെയാ കണ്ടെന്ന് ഉണ്ട്, വായിച്ചു വിടാനല്ല. അങ്ങനെ യോവാശ് രാജാവ് അവൻ്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയോർക്കാതെ, കണ്ടോ, ഇതൊന്നും ഓർക്കേണ്ടതല്ലായിരുന്നു. ഏതോർക്കേണ്ടതാ? എന്തോ ദയയാ ചെയ്തത്? അനേക രാജകുമാരന്മാർ കൊല്ലുന്ന ഇടത്ത് നിന്ന് സ്തോത്രം സ്തോത്രം സക്കരിയാവിൻ്റെ അമ്മ അവനെ മോഷ്ടിച്ചെടുത്തതാ, അവനെ വളർത്തിയതാ. ആ യഹോയാദയാണ് ഇപ്പോഴവനെ രാജാവാക്കിയത്. ആ കാണിച്ച ദയ എന്ത് ചെയ്യേണ്ടതായിരുന്നു? ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വല്ല ദയയും ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും നിലയിൽ ഒരു ദയ നിങ്ങളോട് കാട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറക്കരുത്. ആമേൻ പറയാവോ? ആമേൻ പറയാവോ? മറന്നാൽ സ്വർഗം അത് കണക്കിടും. സ്തോത്രം. മറക്കരുത്. മറന്നു എന്ന് മാത്രമല്ല, ആ പുരോഹിത പുത്രനെ കൊന്നുകളഞ്ഞു. അവൻ ആലയത്തിൻ്റെ പ്രാകാരത്തിൻ്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ദൈവം ചോദിക്കും. ആലയത്തിൻ്റെ പ്രാകാരത്തിൻ്റെയും പൂമുഖത്തിൻ്റെയും ആലയത്തിൻ്റെയും മധ്യത്തിൽ അവൻ്റെ രക്തം ന്യായവിധിക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ഈ നിലവിളിയുടെ ഫലമായിട്ട് ദൈവം യഹൂദ ജനത്തിൻ്റെ മീതെ ബാധ അയച്ചു.